മനോജ് എന്ന് തൊട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പെരുമ്പാവൂരിലേക്ക് എന്ന് യാത്രയാവും? അല്ല, ഞാൻ തിരുവനന്തപുരത്ത് വന്ന് ലീഡേഴ്സിനെ കണ്ട് നാളെയും കുറച്ച് നേതാക്കളെ കണ്ടതിന് ശേഷം ഞാൻ നാളെ തിരിച്ചു പോകും. നാളെ ഞാൻ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലെ പ്രചരണ പരിപാടികളിൽ ഞാൻ പങ്കെടുക്കും. അദ്ദേഹം നാളെ നോമിനേഷൻ കൊടുക്കുകയാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്, അദ്ദേഹത്തെ കാണുന്നുണ്ട്. അതിനുശേഷം ഞാൻ പെരുമ്പാവൂരിലേക്ക് രാത്രി പോകും. നാളെ കഴിഞ്ഞുള്ള പരിപാടികളിൽ ശ്രീ മനോജ് മോത്തേടൻ്റെ നോമിനേഷൻ, അതിനുശേഷമുള്ള പരിപാടികൾ തൊട്ട് അതിലേക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ഉണ്ടാകും. പെരുമ്പാവൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വിജയിപ്പിക്കുക, പെരുമ്പാവൂരിലെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഇനിയുള്ളത്. നേതൃത്വം എന്തെങ്കിലും ഓഫറുകൾ നൽകിയിട്ടുണ്ടോ? ഇല്ല, എനിക്കൊരു ഓഫറും ആരും നൽകിയിട്ടില്ല. ഓഫറുകളിൽ വീണ് പ്രവർത്തിക്കുന്ന ഒരാളല്ല ഞാൻ. എന്നെ നാളെ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡൻ്റാക്കിയാൽ ആ ബൂത്തിൽ ഞാൻ വർക്ക് ചെയ്യും. വാർഡ് പ്രസിഡൻ്റാക്കിയാൽ ആ വാർഡിൽ ഞാൻ വർക്ക് ചെയ്യും. ഞാൻ കോൺഗ്രസ്സിലെ നേതാവല്ല, കോൺഗ്രസ്സിലെ സാധാരണ പ്രവർത്തകരുടെ ഇടയിലുള്ള ഒരു പൃഥ്വൻ മാത്രമാണ് ഞാൻ. ഒരു തവണ ഒന്നുകൂടെ ആവർത്തിച്ച് ചോദിക്കുകയാണ്, സ്ഥാനാർത്ഥിത്വത്തിന് ഇല്ല? ഒന്നുകൂടെ വേണ്ടി ആവർത്തിച്ച് ചോദിച്ചു. എത്ര ആവർത്തിച്ച് ചോദിച്ചാലും കോൺഗ്രസ് പ്രസ്ഥാനത്തിനെതിരായി ഞാനൊന്നും ചെയ്യില്ല, പ്രവർത്തിക്കില്ല. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല. ഞാൻ കഴിഞ്ഞ 2 ടേമായി കോൺഗ്രസിൻ്റെ MLA ആണ്. അതിനു മുമ്പ് 5 വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അതിനു മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. പല സ്ഥാനമാനങ്ങൾ പാർട്ടി എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ പാർട്ടി നൽകിയ ഈ സ്ഥാനങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണ്. എൽദോസ് കുന്നപ്പള്ളി തൻ്റെ നിലപാട് വ്യക്തമാക്കി, മത്സര രംഗത്തേക്ക് ഇല്ല എന്നുള്ള കാര്യം പ്രകടമാക്കിയിട്ടുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കും എന്നുള്ള തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. ആ വാർത്തകൾ പൂർണ്ണമായിട്ടും തിരസ്കരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒന്നില്ല. ഏതായാലും നിലവിൽ ഇപ്പോൾ അനുനയ ചർച്ചയിൽ വീണിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ഏതായാലും മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. കാരണം സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായെന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്.